ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള കലങ്ങളുടെ വിൽപ്പന ഇവിടെ തകൃതിയായി തുടരുകയാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കലങ്ങളുടെ വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ച് 13-നാണ് ആറ്റുകാൽ പൊങ്കാല. ചേച്ചി എന്താ പേര്? ഉഷ. എത്ര വർഷമായി ഇവിടെ 30 വർഷം കൊണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ വരാറുണ്ട്. നേരത്തെ തന്നെ ഇപ്പൊ കലങ്ങൾ കൊണ്ടുവന്നല്ലേ? ഇപ്പൊ 2 മാസം കിടക്കേ കലങ്ങൾ കൊണ്ടുവന്നു. നേരത്തെ വരാന് ഇവിടെ സ്ഥലം കിട്ടൂല. സ്ഥലം കിട്ടാൻ വേണ്ടി നല്ല വിൽപ്പനയുണ്ടോ? കച്ചവടം ഉണ്ട്. എത്ര രൂപ തൊട്ടുണ്ട്? 40 രൂപ. നേരത്തെ കാലം 40 രൂപ തൊട്ട് 1 കിലോ അരിയാണ് കല 175 രൂപ. ചേച്ചി സ്ഥലം എവിടുന്നാ പറഞ്ഞത്? പാപ്പനംകോട്. ചേച്ചി എന്താ പേര്? ഉഷ. ഉഷ. ഇല്ല ഉഷയാണ്. ഞാൻ അവിടെ പരിചയപ്പെട്ടത്. എവിടുന്നാ വരുന്നേ? പേയാട്. പേയാട്. എല്ലാ വർഷവും വരാറുണ്ടോ? കലമായിട്ട് വരാറുണ്ടല്ലേ? കല മാത്രമാണോ ഉള്ളത്? കല ഇത് ഈ മോഡൽ ചട്ടികൾ ഇതെല്ലാം. വേറെന്തുണ്ട്? വേറെ ഈ കാണുന്ന ഇത്ര ഇതൊക്കെ തന്നെ. ചൂട്ട്, കൊതുമ്പ് അത് ഞങ്ങൾ വിൽക്കില്ല. ഒന്ന് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കൊണ്ടിടുമല്ലോ. അതുകൊണ്ട് നമ്മൾ മത്സരിക്കാൻ പോകില്ല. എത്ര ദിവസം ഇവിടെ വന്നിട്ട്? ഇന്ന് ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. കുറേ പേരൊക്കെ മാസങ്ങൾക്ക് മുമ്പേ വന്നിരിക്കുന്നു. അത് എൻ്റെ സഹോദരനാണ്. സഹോദരൻ കല ഉറക്കിയിട്ട് 2 മാസമായി. അന്ന് തൊട്ട് ഇന്നൊരു സഹോദരൻ ഉണ്ട്. പിന്നെ നമ്മൾ ഒന്ന് സഹായത്തിന് വേണ്ടി. നല്ല കച്ചവടമാണോ? ഇപ്പം കച്ചവടം കുറവാണ്. പിന്നെ ഇന്നും നാളത്തെയും കച്ചവടത്തിലാണ് ഇരിക്കുന്നത്. പൊങ്കാല ഇടുന്നുണ്ടോ? ഇല്ല, ഇപ്പം ഇടുന്നില്ല. അമ്മയുടെ പേരെന്താ? കൃഷ്ണമ്മ. കൃഷ്ണമ്മ. എവിടുന്നാ വരുന്നേ? ഞാനാ എൻ്റെ വീട് തക്കല. തക്കല അല്ലേ? തക്കല. ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്കാണ്. എത്ര വർഷം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്? ഇവിടെ 30 വർഷം കൊണ്ട്. മോക്ക് വിൽക്കാൻ പറഞ്ഞത്. മോക്ക് വേണ്ടി വിൽക്കാൻ മുടങ്ങാതെ വരുന്നുണ്ട്. എല്ലാ വർഷമുണ്ട്. നല്ല കച്ചവടം ഉണ്ട്. ഇപ്രാവശ്യം നേരത്തെ വന്നോ അതോ? നേരത്തെ ഞാൻ താമസിച്ച് തന്നെ വന്നത്. മോൾ നേരത്തെ വന്നു. എത്ര രൂപ തൊട്ടുണ്ട്? കല അവിടെ തരണതിന് 20 രൂപ തന്നെ കൂടുതൽ കിട്ടുന്നത്. 20 രൂപ. അവർ 80 രൂപ നമ്മൾ 100 വെച്ച് കൊടുക്കും. കന്യാകുമാരിന്ന്. ലാഭമില്ല. പിന്നെ തൊഴിലുറപ്പ് വെച്ച് നടത്തുന്നതാണ് നമ്മൾ. 150 വിറ്റാലേ നമുക്ക് 10 രൂപയെങ്കിലും കിട്ടും ഒരെണ്ണത്തിന്. ഇത് അവർ തരൂല. പക്ഷെ ഇത് കൊണ്ടുവരണ ഒരു വില ഇത് നമുക്കൊരു വിലയായിട്ട് അവർ രക്ഷിച്ചു പോകും. എടുക്കില്ല. വലിയ ലാഭമൊന്നുമില്ല മോനെ. എന്നിട്ട് കഷ്ടപ്പെട്ടുള്ള ജീവിതങ്ങളാണ്. ഇല്ല, പോവില്ല മോനെ, പോവില്ല. പൊങ്കാല സമയത്തിൽ എൻ്റെ മക്കളുടെ ഒന്ന് നിൽക്കും ഞാൻ. സുരേന്ദ്രൻ. ഞാൻ 2 മാസമായി. സ്ഥലം കിട്ടൂല. അല്ലെങ്കിൽ ഇവിടെ അല്ല, ഞാൻ 30 വർഷം കൊണ്ട് ഇവിടെ തന്നെ. സ്ഥലം കിട്ടൂല. പിന്നെ വല്ല കാട്ടിലെവിടെയെങ്കിലും കൊണ്ടുവരണം. നമ്മളെ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടൂല. ഇല്ല, രാത്രി ഒതുക്കും പോവും. കച്ചവടം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എല്ലാ വർഷവും അമ്മ എല്ലാവരെയും ചിരിപ്പിച്ചിട്ട് തന്നെ അവിടുന്ന് എല്ലാവരും ചിരിച്ചോണ്ട് തന്നെ പോകണം. നാളെ പിന്നെ എന്നെ കാണാൻ പറ്റൂല. എൻ്റെ പുറത്തൂടെ ആയിരിക്കും ആള് കിടക്കുന്നത്. തിരക്ക്. കഴിഞ്ഞ വർഷം തീർന്നല്ല. ഇത്തവണ നല്ല തിരക്കായിരിക്കും. കല തികയാതിരിക്കാനും സാധ്യതയുണ്ട്. ഞാൻ ഇറക്കം മുമ്പേ പോയി. ഇനി അമ്മയ്ക്ക് ആഹാരമൊക്കെ മാറ്റി ഇത് കഴിഞ്ഞിട്ട് പോകും. അല്ലാതെ വൃത്തിയില്ലാതെ ഒന്നും പോകാൻ പറ്റൂല. എനിക്ക് വിശ്വാസം തന്നെ.